എടാ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി? ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിയും രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെയും മുന്നിൽ കാണുന്നവരാണെങ്കിൽ ഇത്തരം ന്യൂസുകൾ വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്തെന്നും ലോകം എങ്ങനെ മാറുമെന്നും നാടെങ്ങനെ മാറുമെന്നും എത്ര പേർക്ക് തൊഴിൽ കിട്ടുമെന്നും എങ്ങനെയെല്ലാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമെന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ ഡിബേറ്റ് വെക്കാൻ തയ്യാറാകാത്തത് ആരെയാണോ നന്നാക്കാൻ നോക്കുന്നത്? കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു. 12 സിറ്റികളിലായി 10 സംസ്ഥാനങ്ങളിലായി 28,600 കോടി രൂപയുടെ വ്യവസായവത്കരണ പ്രോജക്റ്റുകൾ. അതിലൊന്ന് കേരളത്തിലാണ്, പാലക്കാട്. അതിൽ നേരിട്ട് 10 ലക്ഷം പേർക്ക് തൊഴിലും പരോക്ഷമായി 30 ലക്ഷം പേർക്കും തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു. നമ്മുടെ മാപ്രകൾ ഇത് അറിഞ്ഞ മട്ടില്ല. കണ്ടവന്മാർ അപരാധിച്ച കഥകളുടെ പുറകെയാണ് നമ്മുടെ മാപ്രകൾ. കണ്ടവൻ വാതിലിൽ മുട്ടിയത്, ആരൊക്കെയോ ചന്തിക്ക് പിടിച്ചതും ആരൊക്കെയോ കെട്ടിപ്പിടിച്ചതും റീടേക്കുകൾ എടുത്തതും എന്ന് വേണ്ട എ സർട്ടിഫിക്കറ്റ് മൂവി കാണുന്ന ത്രില്ലുണ്ട് ഇപ്പം നമ്മളുടെ ചാനലുകൾ തുറന്നാൽ. നിങ്ങളുടെ മാധ്യമധർമ്മം ഇതാണോ? ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഉറപ്പുവരുത്താൻ വെമ്പൽ കൊള്ളുന്ന നിങ്ങൾ മാധ്യമ പ്രവർത്തന ലോകത്ത് എത്ര പേർ ഇതുപോലെ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്? അവരെല്ലാവരും നിങ്ങൾ കൂടെ തന്നെ നിർത്തുന്നില്ലേ? പ്രസ് ക്ലബിന്റെ പേരിൽ എത്രയോ കോടി രൂപയുടെ അഴിമതി നിങ്ങളുടെ പേരിലില്ലേ? അതിനെപ്പറ്റി പല റിപ്പോർട്ടുകളും പല വ്യക്തികളും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകദേശം 2.5 കോടിയോളം രൂപ വരുന്ന ഒരു വലിയ അഴിമതി പത്ര റിപ്പോർട്ടർ യൂണിയന്റെ പേരിലതില്ലേ? അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങൾ 24 മണിക്കൂറും ചർച്ചയ്ക്കാത്തത് എന്താ? പണത്തിന്റെയും പ്രശസ്തിയുടെയും നെറുകിൽ നിൽക്കുന്നത് കൊണ്ടാണോ സിനിമാ ലോകത്തുള്ളവർക്ക് ഇത്ര പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത്? ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്ക്, യുവാക്കളുടെയും യുവതികളുടെയും തൊഴിലവസരങ്ങൾ, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ സർക്കാരുകൾ കൈക്കൊള്ളുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കുകയും ഇത്രയും തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും എന്തൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കാണ് ആ തൊഴിലുകൾ ലഭിക്കുന്നതെന്നും ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ഇതിനെപ്പറ്റി 1 മണിക്കൂർ ഡിബേറ്റ് നിങ്ങൾ വെക്കാമോ? വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടുത്തിയിട്ടോ? അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചർച്ചകൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇത്തരം അപരാധിച്ച കഥകൾ കണ്ടുകൊണ്ടിരിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളുടെ TRP റേറ്റിംഗിന് വേണ്ടി മാത്രം മാധ്യമ സൃഷ്ടികൾ നടത്തുമ്പോൾ, വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഒരു ഉളുപ്പ് നിങ്ങൾക്ക് തോന്നാറില്ലേ? ജനകീയ കോടതിയിൽ ഹാഷ്മി സർക്കാരിന്റെ വക്താവിനെ പോലെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആ മറുപടി പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം ആ മറുപടിയിൽ നിങ്ങൾക്ക് അവ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ കിട്ടുന്ന മറുപടി വ്യക്തവും സുതാര്യവുമായതുകൊണ്ടും നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ടും താൻ അവിടെ കിടന്ന് പൊട്ടം കളിക്കുന്നു. സിനിമാ മേഖലയിൽപ്പെട്ട ആൾക്കാരാണെന്ന് കരുതിയിട്ട് എല്ലാവരുടെ പുറകിലും മൈക്ക് എടുത്ത് ഓടുന്നു. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ടാണ്. കുറച്ചുകൂടെ വൃത്തിയേട്ട ഭാഷ പറഞ്ഞാലുണ്ടല്ലോ, മനുഷ്യ വിസർജ്യത്തിന്റെ മേൽ ഈച്ച പൊതിയുന്ന പോലെയാണ് നിങ്ങൾ മാധ്യമങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് TRP റേറ്റിംഗ്, അല്ലാതെ സിനിമാ മേഖലയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനൊന്നുമല്ല. ഇനിയും എത്ര സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടണമോ അത്രയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് സംശയം തോന്നുന്നു. കഴുകന് മുന്നിൽ ശവൻ വീണ പോലെയാണ് ഓരോ ന്യൂസും നിങ്ങൾ ആഘോഷിക്കുന്നത്. എന്ത് ജനാധിപത്യത്തിന്റെ 4ാം തൂണാണോ നിങ്ങൾ? ഇത്രയും വലിയ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന ഒരു വാർത്ത വന്നിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ച വെക്കാതെ, അല്ലെങ്കിൽ നാട്ടിലെ യുവാക്കൾക്ക് അതിനെപ്പറ്റി ഒരു അറിവ് കൊടുത്ത് അവർക്ക് പ്രചോദനം കൊടുക്കുന്നതിന് പകരം ഇത്തരം അപരാധം പിടിച്ച കഥകൾ മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണായി നിന്നുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോവുകയാണ്. ശ്രീ നമ്പി നാരായണന്റെ കേസിൽ തുടങ്ങി ഇന്ന് ഇതുവരെ പത്രങ്ങളുടെ സർക്കുലേഷൻ കൂട്ടാനും മാധ്യമങ്ങളുടെ TRP റേറ്റിംഗ് കൂട്ടാനും അതുവഴി വരുന്ന പരസ്യങ്ങളുടെ വരുമാനം കൊയ്യാനും ശമ്പളം എന്ന ലക്ഷ്യം മാത്രമുള്ള നിങ്ങൾ നാട്ടിലെ സാധാരണ ജോലിക്കാരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നിങ്ങൾ പണിയെടുക്കുന്ന ശമ്പളത്തിന് വേണ്ടി, അവരും പണിയെടുക്കുന്ന ശമ്പളത്തിന് വേണ്ടി. അങ്ങനെ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ്, ജനാധിപത്യത്തെ സംരക്ഷിച്ചില്ലേ ഞങ്ങൾക്ക് ഉറക്കം വരത്തില്ല, ജനാധിപത്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും, തൊലിക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊന്നും വേണ്ട. അർദ്ധരാത്രിയായാൽ ശരീരം വിൽക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ഗതികേടുകൾ കൊണ്ട് അത്തരം ജോലികൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ നികൃഷ്ടമായ രീതിയിൽ പണം സമ്പാദിക്കുന്ന പോലെയാണ് മാധ്യമ പ്രവർത്തനം ഇപ്പോൾ. ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ വാട്സപ്പിലൂടെയോ നിങ്ങളെപ്പറ്റി 4 വാചകം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ വന്നിരുന്ന് 2 പറഞ്ഞാലെങ്കിലും നിങ്ങൾ തിരുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഓരോ വാർത്തയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പണസ്വാധീനം ഉള്ളവനെ റിപ്പോർട്ട് ചെയ്യുന്നത്. പണസ്വാധീനം മാത്രം പോരാ, നിങ്ങളുടെ ചാനലിന് കാര്യമായ സംഭാവനയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എങ്ങനെ റിപ്പോർട്ടിംഗ് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമായി. അത്രയ്ക്കും ശ്രേഷ്ഠമാണോ നിങ്ങളുടെ മാധ്യമ ലോകം എന്ന് ഞങ്ങൾക്കാർക്കും സംശയമില്ല. ഒരു ശ്രേഷ്ഠതയുമില്ല. ജനാധിപത്യത്തിന്റെ 4ാം തൂണല്ല നിങ്ങൾ. ജനാധിപത്യത്തിന്റെ കടവേരിൽ വാള് വെക്കുന്നവരാണ് നിങ്ങൾ മാധ്യമ ലോകം. ഓരോ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റിപ്പോർട്ട് ചെയ്യുന്നു. എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനങ്ങൾ, ഓരോ മേഖലകൾ തരംതിരിച്ച് നിങ്ങൾ വാർത്തകൾക്ക് കൊടുക്കുന്ന ടൈറ്റിലുകൾ പോലും മാറ്റാറുണ്ട്. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു ജോലിയും ചെയ്തിട്ട് നാട്ടുകാരെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് നീയൊക്കെ തൊലിക്കുന്നു.
ഞങ്ങളെല്ലാം പ്രബുദ്ധതയുടെ കൊടുമുടിയിൽ എത്തിച്ചു കളയാമെന്ന് നിങ്ങൾ കരുതുന്നു? എടാ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ചു? ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിയും രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെയും മുന്നിൽ കാണുന്നവരാണെങ്കിൽ ഇത്തരം ന്യൂസുകൾ വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്തെന്നും ലോകം എങ്ങനെ മാറുമെന്നും നാടെങ്ങനെ മാറുമെന്നും എത്ര പേർക്ക് തൊഴിൽ കിട്ടുമെന്നും എങ്ങനെയെല്ലാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമെന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ ഡിബേറ്റ് വെക്കാൻ തയ്യാറാകാത്ത നിങ്ങൾ ആരെയാണോ നന്നാക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് കൂടി നന്നാക്കിയാൽ നന്നാവുന്നതാണോ ഇവിടുത്തെ സിനിമാ ലോകം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ ലോകം? ആദ്യം നന്നാവേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് നേരെ വിരലുകൾ ചൂണ്ടപ്പെടുന്നില്ല. അങ്ങനെ ചൂണ്ടപ്പെടുന്ന വിരലുകളെ നിങ്ങൾ നിങ്ങളുടെ വാർത്തയുടെ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ വഴിതിരിച്ചു വിട്ട് വാർത്താ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ട് നിങ്ങൾ മനുഷ്യരെ മാറ്റിക്കളയും. എന്നിട്ട് അവന്റെയൊക്കെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് നാണക്കേട്.